തിമിലക്കാരുടെ താളവട്ടം കൊട്ടിക്കഴിഞ്ഞാൽ തിമിലക്കാർ കൂട്ടിക്കൊട്ടുകയും തുടർന്ന് മദ്ദളത്തിൻ്റെ താളവട്ടം ആരംഭിക്കുകയും ചെയ്യും. തൃശ്ശൂർ പൂരത്തിൻ്റെ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിൻ്റെ ജന്മസ്ഥലമായ നടുവിൽ മഠത്തിൽ നടക്കുന്ന പഞ്ചവാദ്യത്തിൻ്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിമിലയിൽ അന്നമനട അച്യുതമാരാർ, അന്നമനട പീതാംബരമാരാർ, പുറത്തു വീട്ടിൽ നാണുമാരാർ, പല്ലാവൂർ മണിയന്മാരാർ, പല്ലാവൂർ കുഞ്ഞുകുട്ടമാരാർ, അന്നമനട പരമേശ്വരമാരാർ ജൂനിയർ, കേളത്ത് കുട്ടപ്പമാരാർ എന്നിവരിൽ കൂടെ കടന്നു വന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിൻ്റെ പ്രമാണിത്വം ഇപ്പോൾ കോങ്ങാട് മധുവിൽ എത്തി നിൽക്കുന്നു. മദ്ദളത്തിൽ തിരുവില്ലാമല വെങ്കിച്ചസ്വാമി, കുളാമംഗലത്ത് നാരായണൻ നായർ, കടവല്ലൂർ അരവിന്ദാക്ഷൻ, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, ചെർപ്പളശ്ശേരി ശിവൻ തുടങ്ങിയവരിൽ കൂടി വന്നു ചേർന്ന പ്രമാണിത്വം ഇപ്പോൾ വഹിക്കുന്നത് കോട്ടയ്ക്കൽ രവി. പതിനേഴ് തിമിലയും 11 മദ്രവും 17 കൊമ്പും 17 താളവും 4 ഇടക്കയും 2 ശംഖുമാണ് ഏറ്റവും ഉന്നത നിലവാരത്തിൽ നടത്തുന്ന മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിലെ അണിനിരക്കുന്ന കലാകാരന്മാരുടെ എണ്ണം. തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി തിമിലയിൽ അണിനിരക്കുന്നവർ പ്രമാണം കോങ്ങാട് മധു, അദ്ദേഹത്തിൻ്റെ വലതുവശത്തായി കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, ഇടതുവശത്തായി കോങ്ങാട് മോഹൻ, തുടർന്ന് പെരുവനം കൃഷ്ണമാരാർ, അഗതിയൂർ ഹരീഷ്, കല്ലുവഴി ബാബു, തൃപ്രയാർ രമേശ്, ചെറുശ്ശേരി ശ്രീകുമാർ, പരക്കാട് മഹേന്ദ്രൻ, ഉദയനാപുരം ഹരി, കലാമണ്ഡലം ഹരി, തിരുവല്ലാമല ഉണ്ണികൃഷ്ണൻ, തൃപ്രയാർ മഹേഷ്, ചെറ്റാരിക്കൽ സുരേഷ്, മറ്റൂർ വിഷ്ണു, മറ്റൂർ വൈശാഖ്, കുഴൂർ ശിവപ്രസാദ്. ഓക്കെ, താങ്ക് യു പ്രൊഫസർ വി എ നാരായണ മേനോൻ. ദീപക് മലയമ്മ പൂരനഗരിയിൽ നിന്ന് നമുക്കൊപ്പമുണ്ട്. ദീപക് മലയമ്മ, നമ്മളിപ്പോൾ മഠത്തിൽ വരവ് പഞ്ചവാദ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. താളം ഇങ്ങനെ ആസ്വദിക്കുകയാണ്. മെല്ലെ തുടങ്ങി പതിയെ മുറുകി വരുന്ന പഞ്ചവാദ്യത്തിന്റെ താളം പൂരനഗരി എത്രത്തോളം ആവേശത്തിലാക്കുന്നുണ്ട്? വിജയാക്ഷരാർത്ഥത്തിൽ പൂരനഗരി ആ പൂരാവേശത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മടത്തിൽ വരവ് പഞ്ചവാദ്യം, മടത്തിൽ വരവ് ഒക്കെ നടക്കുന്ന ഘട്ടത്തിൽ അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ആസ്വാദന ലഹരിയിലേക്ക് തൃശ്ശൂർ മാറിയിരിക്കുന്നു. തൃശ്ശൂർ പൂര പ്രേമികൾ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേളത്തിന് പ്രാമാണ്യം വഹിക്കുന്ന വ്യക്തികൾ, അവരുമായി ആത്മബന്ധമുള്ള മനുഷ്യർ, അതിനപ്പുറത്ത് ഈ താളലയ വിന്യാസം അത്രയധികം ആസ്വദിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യർ, ആ കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി എത്രത്തോളം ആവേശത്തിലാണ് ഈ പൂരത്തെ അവർ സ്വീകരിക്കുന്നത് എന്ന് ഈ ദൃശ്യങ്ങളിൽ തന്നെ വളരെ പ്രകടമായി നമുക്ക് കാണാനും സാധിക്കും. നായ്ക്കനാലിൽ നിന്ന് ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് ഇപ്പോൾ ഉച്ചസ്ഥായിലേക്ക് ചൂട് മാറിയിട്ടുണ്ട്. പക്ഷെ ആ ചൂടിനെയൊക്കെ പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ടാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ മടത്തിൽ വരവ് പഞ്ചവാദ്യം അങ്ങനെ അരങ്ങേറുന്നത്. ലോക ശ്രദ്ധ ആകർഷിച്ച ആ തരത്തിലേക്ക് അത് ഇതിനോടകം തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ രീതിയിലുള്ള ഈ പഞ്ചവാദ്യം ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ച മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിനാണ് എന്നുള്ള ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അത്തരത്തിൽ ഒരു പ്രത്യേക സിംഫണി രൂപപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള കാര്യവും പറയുന്നു. അന്ന് അന്നമനട അച്യുതമാരാർ, ഒപ്പം തന്നെ തിരുവില്ലാമല വെങ്കിട്ടൻ സ്വാമി തുടങ്ങിയവർ അതിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഈ
പഞ്ചവാദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 5 വാദ്യ ഉപകരണങ്ങളിൽ നിന്ന് വരുന്ന ആ ശബ്ദവിന്യാസം അത് എല്ലാ മറ്റ് പുറത്തുള്ള ശബ്ദങ്ങളെ ഒന്നും നമ്മുടെ കാതുകളിലേക്ക് എത്തിക്കാത്ത തരത്തിൽ ഒരേ അർത്ഥത്തിൽ ഒരേ താളത്തിൽ അതിന്റെ ഏറ്റവും ആസ്വാദന ലഹരിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാൻ സാധിക്കുക. നേരത്തെ ഇനത്താളത്തിന് പകരം തേങ്ങിനെയും കുറുവേണ്ടുമൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഒരു പുതിയ രൂപത്തിലേക്ക് അത് വരുന്നു. അത് ആസ്വാദക ഹൃദയം കീഴടക്കിക്കൊണ്ട് ഇങ്ങനെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ പൂരപ്രേമിയെയും സംബന്ധിച്ച് ഈ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ ഭാഗമാകുക, ഇലഞ്ഞിത്തറ മേളം കൊട്ടിക്കയറുന്ന ഘട്ടത്തിൽ അതിന്റെ ഭാഗമാകുക, ഇലഞ്ഞി പൂത്തുലയുന്നു എന്നാണ് പൊതുവെ പറയാറുള്ളത്. അങ്ങനെ ആ പൂത്തുലയുന്ന കാഴ്ച അത് മനസ്സിലേക്ക് ആവാഹിക്കുക, അതിനൊപ്പം തന്നെ തങ്ങളുടെ കർണപടങ്ങളിലൂടെ അതിനെ സ്വന്തം ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന മനുഷ്യരെ നമ്മൾക്ക് കാണാൻ കഴിയാറുണ്ട്. ഇന്നലെ പാണ്ടി കൊട്ടിക്കയറുന്ന ഘട്ടത്തിലൊക്കെ കണ്ട കാഴ്ചകൾ ഓരോരുത്തരും ആ മേളത്തിലേക്ക് ലയിച്ച് സ്വയം മറന്ന് എങ്ങനെയാണോ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഈ പൂരനഗരിയിലേക്ക് എത്തിയാൽ അത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. സർവവും മറന്ന് താളലയത്തിലേക്ക് അമരുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നു. അങ്ങനെ മടത്തിൽ വരവ് പഞ്ചവാദ്യം അതിന്റെ ആ അർത്ഥത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ്. വിവിധ ഘടകപൂരങ്ങൾ, ചെറുപൂരങ്ങൾ അത് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നു. പിന്നീട് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് കടന്ന് പടിഞ്ഞാറേ നടവഴി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇനി ഇലഞ്ഞിത്തറ മേളത്തിലേക്ക് കടക്കാൻ ഏതാണ്ട് 2 മണിയോടുകൂടി അത് സംഭവിക്കും. ആ ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട്. ഇപ്പോഴേ ഇരിപ്പിടമൊക്കെ കൈകളിലേക്ക് ഒതുക്കിയിരിക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇലഞ്ഞിത്തറ മേളം കേൾക്കുന്നതിന് വേണ്ടി മാത്രം ഒരുപാട് ദൂരെ നിന്ന് വന്നിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ്. ഇലഞ്ഞിത്തറ മേളത്തിലേക്ക്, മേളപ്പെരുക്കത്തിലേക്ക് 2 മണിയോടുകൂടി നമ്മൾ എത്തും. ഇനിയിപ്പോഴങ്ങോട്ട് പാറമേക്കാവിന്റെ അവിടെ കതിന പൊട്ടുന്ന താളത്തിലേക്കും നമ്മൾ എത്താൻ പോവുകയാണ്. അപ്പോൾ